കുര്യനുണ്ട് സ്കൂളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഡാൻ, ഇപ്പോൾ ആര് വന്ന് കണ്ടാലും ഒറ്റനോട്ടത്തിൽ തന്നെ അറിയാവുന്ന കാര്യമാണ് അവിടെ ഗുരുതരമായ നിയമലംഘനമാണ് നടന്നിട്ടുള്ളത്. മാത്രമല്ല സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷയില്ല, സുരക്ഷാ പ്രോട്ടോകോൾ ഇല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും. അപ്പോൾ ഹെഡ് മിസ്ട്രസ് സസ്പെൻഷനിൽ പോകേണ്ട സ്ഥിതി ഉണ്ടായിരിക്കുകയാണല്ലോ. പക്ഷേ ഇത് സ്കൂളിന് മാത്രമല്ല, പഞ്ചായത്തും ഇതിൽ ഉത്തരവാദിയാണ്. ഫിറ്റ്നസ് കൊടുക്കേണ്ടത് അവരാണ്. KSEB ഇതിൽ സുരക്ഷാ പ്രോട്ടോകോൾ, ഇതിൽ സുരക്ഷിത അകലം വൈദ്യുതി ലൈനുമായി ഉണ്ടോ എന്ന് നോക്കേണ്ടത് അവരായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ 3 പേരും കുറ്റക്കാർ എന്ന രീതിയിൽ തന്നെയാണല്ലോ. അത് ആര് വന്ന് നോക്കിയാലും അത് ഉറപ്പാണല്ലോ അങ്ങനെയാണ് അവിടെയെന്ന്. ഇങ്ങനെ സുരക്ഷിതത്വമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് എങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം നാളുകൾ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്ന തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് ഈ അപകടമുണ്ടായ ഈ മിഥുന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവങ്ങൾ തുടങ്ങുന്നത് ഈ ക്ലാസ് മുറിയിൽ നിന്നാണ്. ഈ ക്ലാസ് മുറിയിൽ 24 മണിക്കൂർ മുമ്പ്, ഇന്നലെ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് രാവിലെ 9 മണിയോടെയാണ് തന്റെ സുഹൃത്തുക്കളുമൊത്ത് സാധാരണയായി ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇവിടെ വെച്ച് ഈ ഫുട്ബോൾ കളിക്കാൻ കുട്ടി ശ്രമിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ തന്നെ കൂട്ടുകാരുമൊത്ത സമയം ചെലവഴിക്കുന്നതിനുമായി നിധിൻ ഉൾപ്പെടെ നേരത്തെ ഈ ക്ലാസ് മുറിയിലേക്ക് എത്താറുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ് മുറിയിലെത്തി പിൻവശത്ത് മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ നിന്ന് മറ്റൊരു സുഹൃത്ത് മിഥുന്റെ ഒരു ചെരുപ്പെടുത്ത് ഈ തൊട്ട് അപ്പുറത്തായി കാണുന്ന ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് എറിയുന്നത്. അത് എടുക്കുന്നതിന് വേണ്ടി മിഥുൻ ഓടി ഈ ക്ലാസ് മുറിയിലേക്ക് എത്തുന്നു. ഇവിടെ ഇതുപോലെ ഡെസ്ക് ഇട്ട് അതിന് മുകളിൽ ക്ലാസ്സിലെ അധ്യാപകർ ഉപയോഗിക്കുന്ന കസേരയിട്ട് ആ കസേരയ്ക്ക് മുകളിൽ കയറി നിന്ന് ഇവിടെ നിന്ന് അപ്പുറത്തേക്കുള്ള ഈ 2 സീലിംഗ് ഈ കുറുകെ സ്ഥാപിച്ചിരുന്ന സീലിംഗിന്റെ പലകകൾ ഇളക്കി മാറ്റിക്കൊണ്ട് ഈ മിഥുൻ അപ്പുറത്തേക്ക് കടക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തേക്ക് കടന്നതിന് ശേഷം ഈ ചെരുപ്പെടുക്കാനായി നടത്തിയ സാഹസികമായി അങ്ങോട്ട് നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് തെന്നി വീഴുന്നു. പിടുത്തം കിട്ടാനായി ഏതാണ്ട് ഒരു 5 അടി പോലും അല്ലെങ്കിൽ ഒരു സെന്റിമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഈ മിഥുൻ എഴുന്നേറ്റ് നിന്നാൽ അതുമായിട്ടുള്ള, അതായത് ആ ലൈൻ കമ്പി ഇവിടെ നിന്ന് കൃത്യമായി കാണാം, അതുമായിട്ടുള്ള ദൂരം പിടുത്തം കിട്ടാനായി നേരെ ലൈൻ കമ്പിയിൽ പിടിക്കുന്നു. അവിടെ ദാരുണമായ ഒരു മരണം സംഭവിക്കുന്നു. അതാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ ഏറ്റവും വേദനാജനകമായ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ഒരു വിദ്യാലയം മാത്രമല്ല, സംസ്ഥാനത്തെ ഒരുപക്ഷെ പല വിദ്യാലയങ്ങളിൽ ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളുകളോട് തൊട്ടുചേർന്ന് ക്ലാസ് മുറികളോട് തൊട്ടുചേർന്ന് ലൈംഗികൾ പോകുന്ന സാഹചര്യമൊക്കെ കാണും. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് എത്ര കണ്ട ധാരണയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. കാരണം അവർക്ക് തിരിച്ചറിവായി വരുന്നേ ഉള്ളൂ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇത്രയും അടുത്തുകൂടി ഈ ഷെഡിന് തൊട്ടടുത്തുകൂടി ഈ ലൈൻ കമ്പി എങ്ങനെ പോകുന്നു എന്നതാണ് ഏറ്റവും ആശ്ചര്യമുളവാക്കുന്ന കാര്യം. അവിടെ തന്നെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുമ്പ് ഇവിടെ പരിശോധന നടത്തിയതിനു ശേഷം പ്രതികരിച്ചത് ഇത് ഒരു വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മാത്രം സംഭവിച്ചിരിക്കുന്ന വീഴ്ചയല്ല, ഇതിൽ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അതായത് തദ്ദേശ വകുപ്പിനും അതോടൊപ്പം തന്നെ പഞ്ചായത്ത്, സ്കൂൾ അധികൃതർക്ക്, അതോടൊപ്പം KSEB. കാരണം പ്രധാനപ്പെട്ട ഒരു കാര്യം, KSEB ഇതുവഴി ലൈൻ വലിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈൻ വലിക്കുന്നതിന് മുമ്പ് അത് സുരക്ഷിതമായ ഒരു സ്ഥലത്തു കൂടിയാണോ ആ ലൈൻ കമ്പി പോകേണ്ടതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പരിശോധന കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും ബോധ്യപ്പെടുമായിരുന്നു ഈ ഷെഡിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് മുകളിലേക്കുള്ള ഉയരമെന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ ലൈൻ വലിക്കാൻ KSEB അനുമതി നൽകിയത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ അവർക്ക് വീഴ്ചയില്ല എന്ന് KSEB ഔദ്യോഗികമായി തന്നെ പറയുന്ന വിശദീകരണം അവരുടെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ വീഴ്ച ആരുടേതെന്നൊരു വലിയ ചോദ്യം വരും. നിലവിൽ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനാധ്യാപകർക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനം. അതോടൊപ്പം സമാനമായ തരത്തിൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഫിറ്റ്നസിന് വേണ്ടത്ര യോഗ്യതകളില്ലാതെ ഫിറ്റ്നസ് ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഊർജിതമാക്കുമെന്ന്. അത് ഗുരുതരമായ കാര്യമാണല്ലോ ഡാന പറഞ്ഞ ഫിറ്റ്നസിന്റെ കാര്യം. ഈ സ്കൂളിന് പഞ്ചായത്തിന്റെ ആണല്ലോ ഫിറ്റ്നസ് കിട്ടേണ്ടത്. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അംഗീകാരവും വേണം, അവരുടെ സുരക്ഷാ പരിശോധന വേണം, സുരക്ഷിത അകലം പാലിച്ചിട്ടുണ്ട് വൈദ്യുതി ലൈനിൽ എന്നുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടക്കേണ്ടതാണ്. അപ്പോൾ KSEBക്ക് അത് കൈകഴുകാൻ പറ്റില്ല. അങ്ങനെ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരും പരാതി കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. നിർമ്മാണം കാണുകയും ഈ വൈദ്യുതി ലൈൻ ഊഞ്ഞാല് പോലെ കിടക്കുകയും ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതും കാരണം കാണിക്കാൻ നോട്ടീസ് കൊടുക്കാവുന്നതുമാണ്. അത് മാത്രമല്ല ഇവിടെ
ഇത് കണ്ടെത്തിയതുമാണ്. എന്നിട്ട് ഒരു പോസ്റ്റ് ഇടാനൊക്കെ തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അടുത്ത മീറ്റിംഗിൽ തീരുമാനിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു എന്നൊക്കെയാണ്. ഒരു രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടായതുകൊണ്ട് കിട്ടിയ ഫിറ്റ്നസ് എന്ന് തന്നെ പറയാമല്ലോ ഡാൻ. അവിടെ നാട്ടുകാരും അത് തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്. അതല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കുകയില്ല എന്ന് പോലും കരുതേണ്ടി വരില്ലേ? ഇവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്കൂളുകൾക്കടുത്ത് ഇലക്ട്രിക് ലൈനുകൾ അതുപോലെ തന്നെ പോസ്റ്റുകൾ അപകടകരമായ വിധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുവാനായിട്ട് ബന്ധപ്പെട്ട വകുപ്പിനോട് പറഞ്ഞിട്ട് സുരക്ഷ ഒരുക്കണം. മെയ് 27 അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. അതിനുള്ളിൽ സുരക്ഷ ഒരുക്കി കൃത്യമായ ഫിറ്റ്നസ് എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വിദ്യാഭ്യാസ ഡയറക്ടർ. അപ്പോൾ ഈ സ്കൂൾ അതിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല എന്ന് വ്യക്തമാണല്ലോ ഈ അവിടെ ചെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ. അതായത് അധികൃതരുടെ കണ്ണ് തുറക്കാൻ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാകേണ്ടിയിരുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. കാരണം ഇവിടേക്കൊക്കെ വരുന്ന വഴിയിൽ ആളുകൾ കൂടി നിന്ന് സംസാരിക്കുന്ന അവരുടെ പ്രതികരണങ്ങളിലൊക്കെ അതായത് നഷ്ടം ആ കുടുംബത്തിൻ്റെതായി മാറി. കാരണം നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വാർത്ത, നാളെ മറ്റൊരു വാർത്ത വരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അതിനപ്പുറത്തേക്ക് ആത്യന്തികമായ നഷ്ടം ആ കുടുംബത്തിൻ്റേത് മാത്രമായില്ലേ എന്ന തരത്തിലുള്ള ഒരു വൈകാരികമായ പ്രതികരണമാണ് ഈ പ്രദേശവാസികളൊക്കെ നടത്തുന്നത്. എനിക്ക് സമീപത്തായി, അതായത് ഈ മിഥുന്റെ അപകടത്തിലേക്ക് നയിച്ച ഈ വശത്ത് ഇതുപോലെ ഉണ്ടായിരുന്ന കുറുകെ ഉണ്ടായിരുന്ന സീലിംഗിന്റെ ഭാഗങ്ങളാണിത്. ഇത് പൊളിച്ചാണ് മുകളിൽ കയറി അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈ ഇവിടുത്തെ തന്നെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നത്. ഉടൻ തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ അപകടം ഉണ്ടായി എന്നറിയുന്ന പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കകത്ത് തന്നെ ഈ ലൈൻ ഓഫ് ചെയ്യാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെ ലൈൻ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്നൊരു ബെഞ്ച് ഉപയോഗിച്ച് മിഥുനെ അവിടെ നിന്ന് അടിച്ച് താഴേക്കിടുക. അതായത് ഈ മറ്റാർക്കും അപകടം വരാത്ത തരത്തിൽ അവനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ദൗർഭാഗ്യകരമായി അവന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കൂടുതൽ ജനപ്രതിനിധികൾ അടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP അദ്ദേഹം ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. അദ്ദേഹം ഈ ക്ലാസ് മുറിക്കുള്ളിലേക്ക് ഇപ്പോൾ കടന്നുവരും. ഈ അപകടമുണ്ടായ സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയാണ്. മറ്റ് നിരവധി ജനപ്രതിനിധികൾ ഇന്നലെയും ഇന്നുമായി ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. അപകടമുണ്ടായ സ്ഥലം, അതിലേക്ക് നയിച്ച സാഹചര്യം, അതൊക്കെ ഈ ജനപ്രതിനിധികൾ NK പ്രേമചന്ദ്രനോട് വിശദീകരിക്കുകയാണ്. അതിനുശേഷം ഏതാണ്ട് 11 മണിക്ക് ശേഷമായിരിക്കും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധ മാർച്ചുമായി ഇവിടേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ സ്കൂൾ പരിസരത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. പോലീസ് സംഘർഷ സാധ്യത ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് സ്കൂൾ പരിസരത്ത് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി V ശിവൻകുട്ടി അടക്കം, വിദ്യാഭ്യാസ മന്ത്രി അടക്കം വലിയ തരത്തിൽ രൂക്ഷമായ വിമർശനം സ്കൂൾ അധികൃതർക്കെതിരെ നടത്തിയെന്ന് അല്പസമയത്തിനകം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഏത് തരത്തിൽ ഈ പ്രധാനാധ്യാപികയുടെ സസ്പെൻഷൻ എന്നതിനപ്പുറത്തേക്ക് ഈ സ്കൂളിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് അടക്കം ഏതെങ്കിലും തരത്തിലുള്ള പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത കൈവരും. മാത്രമല്ല ഈ സംഭവം ഇങ്ങനെ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരിയാണ്. എന്തായാലും ഫിറ്റ്നസ് പരിശോധന കൂടിയേ തീരൂ. കാരണം ഫിറ്റ്നസ് പരിശോധിക്കണം, അതിൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വേണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയതാണ്. അത് എല്ലാ വർഷവും തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്ങനെ ഈ സ്കൂളിന് ഫിറ്റ്നസ് കിട്ടി, അതിൽ എന്ത് രാഷ്ട്രീയ ഇടപെടലാണ് ഉണ്ടായത് തുടങ്ങിയ സംശയങ്ങൾ ഉയരുകയാണ്. ഇതിൽ